ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫിംഗർ റെസിപ്പി നോക്കിയാലോ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ സ്നാക്കാണിത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം കൊറോണ ഒക്കെ ആയതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിൽ തന്നെയല്ലേ. അപ്പം നമ്മൾ ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ സൂപ്പർ ഹാപ്പി ആയിരിക്കും. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ബെൽ ബട്ടൺ കൂടെ അമർത്തണം. അപ്പം ഞാൻ പുതുതായിട്ടിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു 4 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിനെ വേണ്ട ഷേപ്പിലോട്ട് ഉരുട്ടിയെടുക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ കയ്യിലോട്ട് തടവാം. ഇതുപോലെ എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. നമ്മൾ ഉരുട്ടിയെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മളെല്ലാം വേണ്ട ഷേപ്പിലോട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച പൊട്ടറ്റോ ഫിംഗേഴ്സ് ഇട്ട് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫിംഗർ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഓരോന്നായി നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം.
ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പൊട്ടറ്റോ ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് അടുത്ത സെറ്റ് കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ഫിംഗർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് മറക്കാതെ കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബി സേഫ് ആൻഡ് ബി ഹാപ്പി. ബൈ.